ശേഷം മാത്രമേ നിങ്ങൾ വീടെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. നമ്മുടെ വീടോ ബിൽഡിങ്ങോ നമ്മള് നമ്മുടെ സ്ഥലത്ത് നിർമ്മിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അതോറിറ്റി അപ്രൂവൽസ് നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എവിടെയാണോ നമ്മൾ സ്ഥലം വരുന്നത് അവിടത്തെ അധികാരികളുടെ കയ്യിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് അത് നിർമ്മിക്കാനുള്ള അപ്രൂവൽസ് പെർമിറ്റ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രോസസ്സാണ് എങ്ങനെയാണ് അത് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് സ്ഥലത്തിന്റെ ഡീഡ് ആധാരം നമുക്ക് വേണം. ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൈവശ സർട്ടിഫിക്കറ്റ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അക്ഷയ മുഖേന നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് വില്ലേജിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. കൂടെ സ്ഥലത്തിന്റെ ഓണർ ആരാണോ അവരുടെ ആധാർ കാർഡും വിത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടക്കം നിങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രോസസ്സ് അറിയാം, ആദ്യത്തെ പോലെ അല്ല. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണ്. കെ സ്മാർട്ട് എന്ന് പറയുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ മുഖേന വെബ്സൈറ്റ് മുഖേന വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെ നിങ്ങൾ സമീപിക്കണം. ഈ പറഞ്ഞ ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം ഏതാണോ ആ സ്ഥലം വന്ന് അവിടെ അളക്കുകയും ആ സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ പ്ലാന് പ്രകാരം കെ സ്മാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് പെർമിറ്റിനുള്ള പ്രോസസ്സ് അവർ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ വൺസ് നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം കൊടുത്തു, അവർ എഞ്ചിനീയർ ഈ ഒരു പ്രോസസ്സ് കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി അവരത് അപ്ലൈ ചെയ്തു കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഓതറൈസ്ഡ് ആയിട്ടുള്ള അവർ ടീം പ്ലോട്ട് വിസിറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ബിൽഡിംഗ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്, ഈ പറഞ്ഞ രീതിയിലേക്കുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് വീട് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ വന്ന് ഉറപ്പുവരുത്തുകയും ശേഷം നിങ്ങൾക്ക് ഒരു പെർമിറ്റ് എഞ്ചിനീയർ മുഖേന നിങ്ങളെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഈ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പല ആളുകളുടെയും പ്രശ്നം. ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറുടെ നിങ്ങൾ മുഖേന ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ നിങ്ങൾ അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നോക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അതിരുകളിൽ നിന്ന് നമ്മളെ വീടിന്റെ ഭിത്തിയിലേക്കുള്ള അളവ്, പ്രധാനമായിട്ടും റോഡിനോട് ചാരിയിട്ടുള്ള സ്ഥലമാണെങ്കിൽ മിനിമം ഒരു 3 മീറ്റർ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്യാപ്പ് നമ്മൾ അവിടെ കാണണം. അത് സൈഡ് വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഓരോ മീറ്റർ വീതവും, ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് 1.5 മീറ്റർ വീതവുമാണ് എന്ത് ചെയ്യണത്, നിലവിൽ നമ്മുടെ റൂള് പ്രകാരമുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ അളവുകൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും അവർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രോസസ്സ് നമ്മുടെ പെർമിറ്റ് നമുക്ക് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ നമ്മൾ വീടിന്റെ തറ കീറലടക്കമുള്ള പണി നമ്മൾ തുടങ്ങാൻ വേണ്ടി പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട പ്രോസസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൺസ് നിങ്ങൾ പണി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപ്രൂവൽ പെർമിറ്റ് കിട്ടുന്നതിന് മുമ്പ് പണി തുടങ്ങി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഫൈനോ മറ്റോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പെർമിറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ വീട് നിർമ്മിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ചോദ്യം പലർക്കും ഉണ്ടാകുന്നത്, പെർമിറ്റ് എടുത്തു നമ്മൾ ആദ്യം വിചാരിച്ച പ്ലാൻ പ്രകാരം മാത്രമേ വീടെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം സ്ഥലങ്ങളിലെ വശങ്ങളിൽ നിന്നും നമ്മുടെ വീടിന്റെ ഭിത്തിയിലേക്കുള്ള ഈ അളവുകൾ വളരെ കൃത്യമായിട്ടാണ് നമ്മൾ പാലിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിലുള്ള പ്ലാനിൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. പെർമിറ്റിന് വേണ്ടി നമ്മൾ ആദ്യം പ്ലാൻ കൊടുത്തു, അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റം വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ അളവുകൾ ഒഴികെയുള്ള വീടിന്റെ ഉള്ളിലുള്ള ഈ അളവുകൾ, അതായത് സ്ഥലത്തിന്റെ അതിരുകളിൽ നിന്നുള്ള ഈ അളവുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ള രീതിയിൽ ഏത് രീതിയിലും മാറ്റം നിങ്ങൾക്ക് വരുത്താം. കാരണം നിങ്ങളുടെ വീട് പണി കഴിയുന്ന സമയത്ത്, അവസാനിക്കുന്ന സമയത്ത് ഒരു കംപ്ലീഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഞ്ചിനീയേഴ്സ് മുഖേന നമ്മൾ കംപ്ലീഷൻ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നിലവിൽ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങളാണോ വരുത്തിയിട്ടുള്ളത് ആ മാറ്റങ്ങൾ വളരെ കൃത്യമായിട്ട് എഞ്ചിനീയേഴ്സിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു മാറ്റങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് നിങ്ങൾ കംപ്ലീഷന് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, അവർ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്യും. ഈ പറഞ്ഞ പ്രകാരമുള്ള സെപ്റ്റിക് ടാങ്കുകൾ, അതുപോലെ തന്നെ കിണർ, ഇവ തമ്മിലുള്ള ദൂരം, അകലം, അതുപോലെ തന്നെ വേസ്റ്റ് ടാങ്ക്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോസസ്സ് സിസ്റ്റംസ്, ഇതെല്ലാം റെഡി ആണോ, സൈറ്റിൽ പ്രോസസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും വിത്ത് നിങ്ങളുടെ വീടിന്റെ നമ്പറും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുഖേന നമ്മുടെ വീടോ ബിൽഡിങ്ങോ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് പെർമിറ്റും കംപ്ലീഷനും എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ വേണ്ട ഡോക്യുമെന്റ് ഒന്നുകൂടി പറയുന്നു. നമുക്ക് വേണ്ടത് ആധാരം നമ്മളെ കൈവശം വേണം.
അതിന്റെ കൂടെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സ് നികുതി അടച്ച റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മുഖേന വില്ലേജ് നമ്മൾ എടുക്കണം. കൂടെ ആധാർ കാർഡ്, അതായത് കൈവശം വെച്ചിരിക്കുന്ന ആളുടെ ആധാർ കാർഡും ആ ആധാരത്തിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കയ്യിൽ വേണമെന്നുള്ളതാണ്. ഇത്രയും ഡോക്യുമെന്റുകളാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഇനി വേറെ രീതിയിലുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ NOC പോലത്തെ ഡോക്യുമെന്റുകളൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും എഞ്ചിനീയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് വേണ്ട രീതിയിലുള്ള ഡോക്യുമെന്റ്, പ്രധാനമായിട്ട് ഈ 4 ഡോക്യുമെന്റുകളാണ് വേണ്ടത്. അത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുഖേന നിങ്ങൾക്ക് ഈ പറഞ്ഞ പെർമിറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവും. സോ അത് എടുത്ത ശേഷം മാത്രമേ നിങ്ങൾ വീട് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. പെർമിറ്റ് കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഒരു പെർമിറ്റ് ഫീ നിങ്ങൾ പഞ്ചായത്തിൽ അടക്കേണ്ടി വരും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അടക്കേണ്ടി വരും. ആ ഫീ എഞ്ചിനീയർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലേക്ക് OTP മെസ്സേജ് കാര്യങ്ങൾ വരുന്നുണ്ടാവും, എത്രയാണ് ഫീ എന്ന് പറഞ്ഞിട്ട്. സെയിം അതുപോലെ തന്നെ കംപ്ലീഷനിലും ഒരു ഫീ നിങ്ങൾക്ക് അടക്കേണ്ടി വരും. അപ്പോൾ അത് അത്തരത്തിലാണ് നമുക്ക് പ്രോസസ്സ് ഉള്ളത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി രീതിയിൽ നമ്മൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്ത് ചോദിക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.